ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് മസാല ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹയാണ്. ഒരെണ്ണം കൂടി വാങ്ങിച്ചാലോ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ വേണ്ടെന്നും നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ഇനി ഹോട്ടലിൽ പോയിരുന്ന് കഴിച്ചാൽ മതിയെന്നും സ്നേഹ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ ആഹാരം കഴിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നന്ദനയും അവന്തികയുമാണ്. നന്ദന്റെ മുഖത്തെ ഗൗരവം കണ്ടുകൊണ്ട് സന്ധ്യ പറയുകയാണ്, ദേ നന്ദ, ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കാനാണെങ്കിൽ എന്നെ ഇവിടെങ്ങാനും ഇറക്കി വിട്ടേക്ക്, ഞാൻ തനിയെ പോയിക്കോളാം. നന്ദൻ വിഷമിക്കേണ്ട, എല്ലാം ശരിയാകുമെന്ന് സന്ധ്യ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് സന്ധ്യയെ നോക്കുകയാണ് നന്ദൻ. താൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഈ അടുത്ത് തന്നെ ഞാൻ ചില തീരുമാനങ്ങളെല്ലാം എടുക്കും. പെട്ടെന്ന് തന്നെ സന്ധ്യയ്ക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നുകയാണ്. എന്തു പറ്റിയെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ വണ്ടി നിർത്താൻ സന്ധ്യ പറയുന്നു. അങ്ങനെ വണ്ടി നിർത്തിയ ഉടൻ തന്നെ പുറത്തേക്ക് പോയി ഛർദ്ദിക്കുകയാണ് സന്ധ്യ. എന്താടോ, രാവിലെ കഴിച്ചത് വല്ലതും കുഴപ്പമായോ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അതെന്നാ തോന്നുന്നതെന്ന് സന്ധ്യ പറയുന്നു. അങ്ങനെ സന്ധ്യ ഛർദ്ദിക്കുമ്പോൾ മുതുക് തടവി കൊടുക്കുന്ന നന്ദനെ അവരുടെ ഓഫീസിലൊരു സ്റ്റാഫ് കാണുകയാണ്. അപ്പോൾ സാറിൻ്റെ പരിപാടി ഇതൊക്കെയായിരുന്നല്ലേ, മിക്കവാറും ആ സന്ധ്യ ഡോക്ടർ ഗർഭിണിയാവണമെന്നാ എനിക്ക് തോന്നുന്നതെന്നും ആ പെണ്ണ് മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അതുവഴി പോകുന്ന അർച്ചനയും സച്ചിയും സന്ധ്യയും നന്ദനെയും കണ്ടുകൊണ്ട് വണ്ടി നിർത്തുന്നതാണ്. അങ്ങനെ അർച്ചനയും സച്ചിയും കൂടി സന്ധ്യയുടെയും നന്ദൻ്റെയും അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ ഡോക്ടർ, എന്തു പറ്റിയെന്ന് അർച്ചന ചോദിക്കുമ്പോൾ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് പിടിച്ചില്ലെന്ന് തോന്നുന്നെന്ന് സന്ധ്യ പറയുന്നു. തുടർന്ന് കാറിൽ നിന്നും ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കുകയാണ് സന്ധ്യ. ഇതെല്ലാം കാണുന്ന ഓഫീസ് സ്റ്റാഫ് അർച്ചനയും സച്ചിയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഗർഭിണിയായെന്ന് മനസ്സിലങ്ങ് ഉറപ്പിക്കുകയാണ്. എന്താണെങ്കിലും പാവം അവന്തിക മേഡത്തിനെ ചതിക്കാൻ ഈ സാറിന് എങ്ങനെ മനസ്സ് വന്നു, ഇതിപ്പം തന്നെ വിളിച്ചറിയിക്കണമെന്നും അവർ മനസ്സിൽ പറയുന്നു. ഇനി എന്താണെങ്കിലും ക്ഷേത്രത്തിലേക്കില്ലെന്നും തിരികെ പോകാമെന്നും സന്ധ്യ പറയുമ്പോൾ നന്ദനും സന്ധ്യയും അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദനും സന്ധ്യയും കൂടി പോകുന്നതാണ്. ഞാൻ ഛർദ്ദിച്ചത് കണ്ട് അർച്ചനയും സച്ചിയും എന്തെങ്കിലും തെറ്റിദ്ധരിച്ചു കാണുമോ എന്ന് സന്ധ്യ ചോദിക്കുന്നു. അതേസമയം പോകുന്ന വഴിക്ക് അർച്ചന സച്ചിയോട് പറയുകയാണ്, സച്ചിയേട്ടാ, എനിക്കൊരു കൺഫ്യൂഷൻ. എൻ്റെ അർച്ചനെ, നീ വേണ്ടാത്ത കാര്യമൊന്നും ആലോചിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇതെങ്ങാനും അവന്തികേട്ടത്തിൻ്റെ ചെവിയിലെത്തിയാൽ പിന്നെ അത് മതി കുടുംബം തകരാനെന്ന് അർച്ചന പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തിക പറഞ്ഞത് പ്രകാരം മരുന്നുമായി എത്തിയിരിക്കുകയാണ് മൂർത്തിയെ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ അവന്തിക്ക് ഇറങ്ങാനൊരുങ്ങുമ്പോൾ ആരാ മോളെ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് സേതുമാധവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അത് പിന്നെ അച്ഛാ, ഞാൻ ഓൺലൈനിൽ ഒരു സാധനം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കൊണ്ടുവന്നതാണെന്ന് അവന്തിക പറയുമ്പോൾ സേതു സംശയത്തോടെ നിൽക്കുന്നു. തുടർന്ന് അവന്തിക പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. താൻ എന്താടോ ഇത്ര വൈകിയതെന്ന് അവന്തിക മൂർത്തിയോട് ചോദിക്കുമ്പോൾ സാധനം കിട്ടാൻ അല്പം വൈകിയതാണെന്ന് മൂർത്തി പറയുന്നു. ഇതൊരു 10 ml ഉള്ളിൽ ചെന്നാൽ മതി, ഏത് പ്രഗ്നൻസിയും അബോട്ടായിക്കോളും എന്നാ സിദ്ധൻ പറഞ്ഞതെന്ന് മൂർത്തി പറയുന്നു. അതേസമയം ഇതെല്ലാം സംശയത്തോടെ നോക്കി നിൽക്കുകയാണ് സേതു. തുടർന്ന് അവന്തിക അകത്തേക്ക് ചെല്ലുമ്പോൾ സേതു ചോദിക്കുകയാണ്, ഇത് എന്ത് പ്രൊഡക്റ്റാ മോളെ? അതൊരു കോസ്മെറ്റിക് ആണെന്ന് പറഞ്ഞ് അവന്തിക അകത്തേക്ക് ചെല്ലുമ്പോൾ സംശയത്തോടെ നിൽക്കുകയാണ് സേതുമാധവൻ. പിന്നീട് കാണിക്കുന്നത് ഓഫീസ് സ്റ്റാഫായ രേവതി അവന്തികയെ വിളിക്കുന്നതാണ്. മേഡം, ഒന്നും അറിയാതെ ആ വീട്ടിൽ തന്നെ അങ്ങ് ഇരുന്നാൽ മതി. നന്ദൻ സാറിനെ ഞാനിപ്പോൾ കണ്ടിരുന്നു, ആ ഡോക്ടർ സന്ധ്യയും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ കാണുമ്പോഴേ ആ ഡോക്ടർ റോഡരികിൽ നിന്ന് ഛർദ്ദിക്കുകയായിരുന്നു. നന്ദൻ സാറോ തടവി കൊടുത്തുകൊണ്ട് നിൽക്കുന്നു. ശരിക്കും അദ്ദേഹം മേഡത്തിന്റെ ഭർത്താവാണോ അതോ സന്ധ്യയുടെ ഭർത്താവോ? പിന്നെ ആ സമയത്ത് മറ്റൊരു കാര്യം കൂടി നടന്നു. അങ്ങോട്ടേക്ക് സച്ചി സാറും അർച്ചന മേഡവും വന്നു. എന്താണെങ്കിലും മേഡം നന്ദൻ സാറിനെ ഒന്ന് സൂക്ഷിച്ചോ. നാളെ സന്ധ്യ ഡോക്ടർ ഒരു കുഞ്ഞിനെ കൊണ്ട് നെല്ലിശ്ശേരിയിലേക്ക് വന്നാൽ മേഡത്തിന്റെ വിധി എന്തായിരിക്കും? മേഡത്തിനാണെങ്കിലോ കുട്ടികൾ പോലുമില്ല. ആ മേഡം 1ാം ഭാര്യയും അവന്തിക മേഡം 2ാം ഭാര്യയും ആകാതിരുന്നാൽ കൊള്ളാം. ഇത് കേൾക്കുന്ന അവന്തിക ദേഷ്യത്തോടെ പറയുകയാണ്, മതി, നീ ഇനിയൊന്നും പറയണ്ട, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. തുടർന്ന് കോൾ കട്ട് ചെയ്തതിനു ശേഷം അവന്തിക മനസ്സിൽ പറയുകയാണ്, വെറുതെ അല്ല അയാൾ ജോയിന്റ് പെറ്റീഷൻ വേണമെന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. ആരെയും ഞാൻ എന്താണെങ്കിലും വെറുതെ വിടാനേ പോകുന്നില്ല. എല്ലാത്തിനും സപ്പോർട്ടായിട്ട് അർച്ചനയും സച്ചിയും. ഞാൻ പ്രസവിക്കേണ്ട കുഞ്ഞിനെ എന്താണെങ്കിലും അവൾ പ്രസവിക്കേണ്ട, ഇതിനുള്ള തിരിച്ചടി എന്താണെങ്കിലും അവൾക്ക് കൊടുത്തേ പറ്റൂ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. സന്ധ്യ തൻ്റെ ക്യാബിനിലിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം സന്ധ്യ എന്ന് വിളിച്ചുകൊണ്ട് അവന്തിക അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു. എവിടെ നിന്റെ കാമുകൻ നന്ദൻ? നീ എന്ത് കരുതി എന്നെ ഒഴിവാക്കി അയാളെ കെട്ടി സുഖമായി ജീവിക്കാമെന്നോ? ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസമാണ് നീ അയാളെയും കൂട്ടിക്കൊണ്ടുപോയി നിന്റെ പിറന്നാൾ ആഘോഷിച്ചത്. ഇപ്പോൾ അയാൾ എന്നോട് ഡിവോഴ്സാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ നീയാണെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാമെന്ന് അവന്തിക പറയുമ്പോൾ ഞാൻ നന്ദനോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് സന്ധ്യ പറയുന്നു. നീ ഗർഭിണിയാണോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ആര് പറഞ്ഞെന്ന് ഞെട്ടലോടെ സന്ധ്യ ചോദിക്കുന്നു. പിന്നെ നീ എന്താ റോഡരികിൽ നിന്നും ഛർദ്ദിച്ചപ്പോൾ നന്ദൻ നിന്റെ മുതുകൊക്കെ തടവി തരുന്നുണ്ടായിരുന്നല്ലോ. കല്യാണം കഴിച്ചിട്ട് നീ നന്ദനോട് എന്താ ചെയ്തത്? നീ അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കണ്ടെന്ന് സന്ധ്യയും പറയുന്നു. തുടർന്ന് അവന്തിക ദേഷ്യത്തോടെ സന്ധ്യയുടെ വയറിൽ ആഞ്ഞു ചവിട്ടുകയാണ്.
സന്ധ്യയുടെ മുടിക്കുത്തിൽ പിടിച്ച് തലങ്ങും വിലങ്ങും അടിക്കുകയാണ് അവന്തിക. എന്നിട്ടും കലിയടങ്ങാത്ത അവന്തിക സന്ധ്യയുടെ തല പിടിച്ചുകൊണ്ട് മേശപ്പുറത്ത് ഇടിക്കുകയാണ്. നെല്ലിശ്ശേരിയുടെ മൂത്ത മരുമകൾ എന്ന സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മര്യാദയ്ക്ക് ഇതിൽ നിന്നും പിന്മാറുന്നതാ നിനക്ക് നല്ലതെന്ന് സന്ധ്യയുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് അവന്തിക പറയുന്നു. തുടർന്ന് സന്ധ്യയെ പിടിച്ച് ബലമായി തറയിലേക്ക് തള്ളുകയാണ് അവന്തിക. ഇനി മേലാൽ ഇങ്ങനെയൊന്നുണ്ടായാൽ ഞാൻ നിന്നെ ഇങ്ങനെ ആയിരിക്കില്ല കാണാൻ വരുന്നത്. അത് നീ ഒരിക്കലും താങ്ങില്ലെന്ന് പറഞ്ഞ അവന്തിക ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനത്തിലെത്തിയിരിക്കുന്ന സച്ചിയും അർച്ചനയുമാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.